ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ മറ്റൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അഡലേഡ് സിറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 20 മുതൽ അരമണിക്കൂർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം അത് നമ്മൾ വരുന്ന ട്രാഫിക്കൊക്കെ അനുസരിച്ചിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടൗണിലോട്ട് വരണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം അതിന് പോകുന്ന വഴിക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ദുബായിലൊക്കെ വലിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്കും കണ്ടിട്ടില്ല, അവിടെ ബുർജ് ഖലീഫയിലൊക്കെ ആണെങ്കിൽ വെടിക്കെട്ടിൻ്റെ സമയത്തൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഇവിടെയും. ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ടൗണിലോട്ട് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഒന്നും കിട്ടത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ പിന്നെ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ കടന്ന് പോകുന്നതാണ് കാണുന്നത്. ഇതാണ് അഡലേഡിലെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. എത്ര ക്ലീനും എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളും ഈവൻ റെയിൽവേ സ്റ്റേഷനൊക്കെ അതിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് നല്ലൊരു ഒരു അപ്പിയറൻസ് അവരെ പണിത് വെച്ചിരിക്കുന്നതും വളരെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ ഭംഗിയായിട്ട് കേട്ടോ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഇങ്ങ് തിരിച്ചു പോകുന്നു. വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഫുൾ റോഡൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് പാർട്ടിയാണ് കാണാൻ വന്നിരിക്കുന്നത്, ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇന്നാണ് ക്രിസ്മസ് പേജൻറ്റ് നടക്കുകയാണ് ഇവിടെ കേട്ടോ. അതായത് ഇവിടെ നവംബറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ അവസാനം മുതൽ നമ്മുടെ യൂറോപ്യൻ കൺട്രിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നും, എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഫംഗ്ഷൻ അങ്ങ് ആരംഭിക്കുകയാണ്. അവരെല്ലാവരും സെലിബ്രേഷനും ഓരോ തരം റാലികൾ, ഫംഗ്ഷനുകൾ. നമ്മളിവിടെ ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓണം ഒരു ദിവസമല്ലല്ലോ. ആ ഒരു ഓണം ചിങ്ങം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അവസാനം വരേക്കും ഓണാഘോഷങ്ങളില്ലേ. അതുപോലെ തന്നെ ഇവിടെ ക്രിസ്മസ് ആന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഇയർ ക്രിസ്മസ് എന്നാട്ടോ ഇവർ പറയുന്നത്. ഹാഫ് ഇയർ ക്രിസ്മസ് ഒരു ജൂൺ ജൂലൈ എല്ലാം കഴിയുമ്പോൾ ഇവിടുത്തെ വെക്കേഷൻ തണുപ്പങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓഗസ്റ്റിൽ ആദ്യം ഹാഫ് ഇയർ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ തന്നെയുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് പയ്യനെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അങ്ങ് ആരംഭിക്കുകയായി. അപ്പോൾ അതിൻ്റെ വകയുള്ള ഒരു ക്രിസ്മസ് പേജൻറ്റ് ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസിൻ്റെ വക നടക്കുന്ന ഒരു റാലി ഫംഗ്ഷൻ അങ്ങനെയൊക്കെയില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇവരിതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. കുറേയധികം പരേഡുകളുണ്ട്, കുറേ എക്സിബിഷനുകളുണ്ട്, കുറച്ച് ഫണ്ണി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം രാവിലെ തന്നെ എല്ലാവരും, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനത്തെ റോഡാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും റോഡ് തന്നെ ഫില്ലായി. ശരിക്കും 9:30 രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ കറക്റ്റ് 9:45 കഴിഞ്ഞ് 10 മണിയായി. കറക്റ്റ് 10 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫംഗ്ഷൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഈ എന്ത് ഭംഗിയാണെന്നവരെല്ലാം ആക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഫംഗ്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എല്ലാ ഫംഗ്ഷനും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടെ. അപ്പം നമുക്ക് കാണാൻ അവസരമില്ലാത്തവർക്കൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ പണ്ട് ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെയൊക്കെ ടൗണിൽ കൂടെ ഇങ്ങനെ റാലികളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിലും നമ്മളൊന്നും നൈറ്റൊക്കെ എല്ലാവർക്കും ഒന്നും പോകാൻ സമയം കിട്ടത്തില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഓടി ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അഡ്ലേഡിൻ്റെ ഫംഗ്ഷൻസിൻ്റെ അകത്ത് കയറി നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും കേട്ടോ, ഏതൊക്കെ ഫംഗ്ഷൻസാണ്, കമ്മ്യൂണിറ്റി ഫംഗ്ഷൻസാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ഫംഗ്ഷൻസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഒത്തിരി ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈച്ച് ഡേ വീക്കെൻഡ്സിൽ ഇവിടെ ഓരോരോ സെലിബ്രേഷൻസാണ്. അപ്പം നമ്മളിപ്പം സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടത്, കാരണം എല്ലാ ഫംഗ്ഷനും ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വീഡിയോ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് ഫംഗ്ഷനൊക്കെ കേട്ടോ? എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പം ഞങ്ങളുടെ വക എല്ലാവർക്കും മേരി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അങ്ങനെ അങ്ങ് തുടങ്ങട്ടെ അല്ലേ. ലോകത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി അങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ, സമാധാനമുണ്ടായ നമ്മുടെ ക്രിസ്തുരാജൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ക്രിസ്മസ്. അപ്പം എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിന് മുന്നോടിയായ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസ് ഫംഗ്ഷൻ്റെ ചെറിയ ഓവർ കാഴ്ച കേട്ടോ. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്ന പോലെ തന്നെ ഫുള്ളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. എല്ലാം നല്ല ഫണ്ണി വെഹിക്കിൾസ്, നല്ല ഫണ്ണി ആയിട്ട് തന്നെ ഓരോ ഇതിനകത്തും ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ നിൽക്കുമ്പോൾ. ശരിക്കും അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഫംഗ്ഷന്. പിന്നെ
നാട്ടിലൊക്കെ എവിടം വരെയായി ക്രിസ്മസ്? എല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചും നാട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊക്കെ പറയുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ, അതുകഴിഞ്ഞ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. നമുക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പം നിങ്ങളിത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇങ്ങനത്തെ വീണ്ടും നല്ല വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്തും ലൈക്കും കമൻറ്റൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം. എന്നാലേ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ എടുക്കുമ്പം നമുക്ക് എന്നാ പറയുക, ഇതിനൊരു പ്രചോദനം ആകത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിന് കുറേ മുമ്പിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ അഡ്ലേഡിലാണ് താമസിക്കുന്നതെന്ന്. ഇപ്പം അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ അഡ്ലേഡിലാണ്. അഡ്ലേഡ് ടൗണിൽ കൂടിയാണ് ഈ ഫങ്ഷൻസൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നപ്പം ഫുള്ള് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ അങ്ങ് പുറയിലും, പിള്ളേർക്കാണെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയും. എന്ത് ചെയ്യുന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ തൊട്ട് അടുത്ത് നിന്നിരുന്ന ആൾക്കാർ കുറച്ച് നല്ല ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരെ പയ്യനെ മുമ്പോട്ട് കയറ്റി വിട്ടു. അപ്പം പിള്ളേരൊന്നും കാണാൻ വേണ്ടി അവർക്ക് ഹൈറ്റ് ഇല്ലല്ലോ, അപ്പോൾ അവർ പയ്യനെ ഇങ്ങനെ മുമ്പോട്ട് കയറ്റി വിട്ടു. ആ ഗ്യാപ്പിൽ പിന്നെ പയ്യനെ നുഴഞ്ഞ് ഞാനും അവിടെ സൈഡിൽ കയറിയിട്ടു, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. വീഡിയോസ് അതൊക്കെ എടുക്കുമ്പോൾ ഫുള്ള് കൈയും കാലും ക്യാമറയും മൊബൈലൊക്കെ ആയിരുന്നു ഇതിനകത്തേക്ക് ഫുള്ള്. ഒത്തിരി ആളുകളിപ്പം നമ്മുടെയൊക്കെ ഇപ്പോൾ എനിക്ക് മിക്കപ്പോഴും വരുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ദുബായിലെ ഓരോ ഫങ്ഷൻസുകൾ കേട്ടോ. ദുബായിൽ നമ്മളിപ്പോൾ ബുർജ് ഖലീഫയിലൊക്കെ വെടിക്കെട്ട് കാണണമെങ്കിൽ രാത്രി 12 മണിക്കത്തെ വെടിക്കെട്ട് കാണണമെങ്കിൽ ഉച്ചയ്ക്ക് മുതൽ നമ്മളവിടെ പോയിരിക്കണ്ടേ. അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ഈ 9:30-ക്കാണ് ഈ ക്രിസ്മസിൻ്റെ പാർട്ടി തുടങ്ങുന്നതെന്ന് പറഞ്ഞാലും എല്ലാവരും രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും ചെയറും അവിടെ വിരിച്ചിട്ടിരിക്കാൻ വേണ്ടി മാറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും വന്ന് അവിടെ ഇരുന്ന് സെറ്റായി. കാരണം മുമ്പിലൊക്കെ കാണാം റോഡിൻ്റെ സൈഡിൽ എല്ലാവരും ഇരിക്കുകയാണ്. ഇത് റോഡിൻ്റെ അവസാന ഭാഗം കേട്ടോ. ഈ പരേഡ് അവസാനിക്കുന്ന സൈഡാണെന്ന് ഓർക്കണം. അപ്പം ഈ ആരംഭിക്കുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെ നിറച്ചും തിങ്ങി നിറഞ്ഞ ആളുകളാണ്. എല്ലാവരും ക്രിസ്മസിൻ്റെ ഡ്രസ്സുകൾ, ജസ്റ്റ് തൊപ്പിയോ ഒരു റെഡ് കളറുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് അവർ നന്നായിട്ട് തന്നെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ക്രിസ്മസിൻ്റെ ഒരു വൈബാക്കി വെക്കുന്നു. നോക്കിക്കേ എന്ത് രസമായിട്ട് ആ ഒരു ഡമ്മിയൊക്കെ കണ്ട് ആടി. അതിനിടയ്ക്കാണെങ്കിൽ അവർ എന്നെ ഗൈഡ് ചെയ്യാൻ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഒരു ഡിസ്റ്റർബൻസ് പോലും ഇല്ലാണ്ട് പോലീസൊക്കെ ആണെങ്കിലും അവർ എമർജൻസി എക്സിറ്റ് അത് ക്ലിയറായിട്ട് അവർ വെക്കറ്റ് ചെയ്തതിന് ആരെയും അവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കാണ്ട് എമർജൻസി റോഡിൻ്റെ സൈഡുകളൊക്കെ അവർ ഓപ്പൺ ആക്കി തന്നെ വിട്ടിരിക്കുന്നുണ്ട്. പോലീസുകാരുണ്ട് ഇടയ്ക്ക്. അവർ ജനത്തെ നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. ആരും തിരിങ്ങി ബഹളമോ അങ്ങനെയൊന്നും ആക്കുന്നൊന്നുമില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. പബ്ലിക്കിനാണെങ്കിൽ അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ കാലാവസ്ഥ ഇച്ചിരി തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എന്നാ നമ്മൾക്ക് ഈ പരേഡ് കാണുമ്പം ബോറടിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ചൂടാണ്, അപ്പം നമുക്കിങ്ങനെ ഉഷ്ണമൊക്കെ ആയിട്ട് വല്ലാണ്ടൊരു ഇറിറ്റേഷനൊക്കെ വരത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. നമുക്ക് ഇപ്പം 11:30 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഉച്ച സമയമായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് നല്ല കാലാവസ്ഥയായതുകൊണ്ട് ക്ഷീണമോ ഒന്നും തോന്നിയില്ല. പിന്നെ പിള്ളേരുടെ പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയോ. ഒന്നും പോകുമ്പം ഒന്നൊന്നായി പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടില്ല, സിൽവർ, ഗ്രീൻ ആൻഡ് ഗോൾഡ് ഡ്രസ്സുകളിട്ടിട്ട് ഒട്ടുമുക്കാലും ആ കളർ കോഡിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രോഗ്രാമിനും. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇവർക്ക് എന്തിനും പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഓൾ റോഡും ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വേണ്ട റോഡ് 2 സൈഡിലും റോട്ടരികിൽ നിറച്ചും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്നുള്ളത്. ഇതാണ് ഒരു ട്രേ ആണ്. അപ്പം ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ലേഡിലെ ഒട്ടുമുക്കാൽ മെയിൻ കമ്പനികളുടെയും, അതായത് SA വാട്ടറിൻ്റെ, ഫാർമസിയുടെ, ഇവരുടെ ഓരോ നമ്മുടെ മെയിനായിട്ടുള്ള അത് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ അവരെല്ലാവരും ഓരോരോ പാട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ഏതാണോ അവരുടെ റെപ്രസെൻറ്റേഷനായിട്ട് വരുന്ന പരേഡ് നമുക്കത് കാണാൻ പറ്റും. ആ പരേഡിൽ അവർ പേരെഴുതിയിട്ടുണ്ട്. ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഇടുമ്പം കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഒട്ടുമുക്കാലൊരു ഓറിയൻറ്റേഷനും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ എന്നാ പറയുക യൂണിവേഴ്സിറ്റികൾ ഏതാണ്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊരു പിടുത്തം കിട്ടും ഇത് കാണുമ്പോൾ ഒക്കെ.
നല്ല പിള്ളേരൊക്കെ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ കുറച്ച് നേരം നിന്നു. അവരിങ്ങനെ 9:30 മുതലിങ്ങനെ 11:30 വരെ നിൽക്കുമ്പോൾ ഒരു ഇച്ചിരി മടുപ്പായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ ഒരു ഇച്ചിരി മടുപ്പൊക്കെ പറഞ്ഞു. പിന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അവരവിടെ നിന്ന് ഒരു ഇച്ചിരി ഈ കളർഡ് പേപ്പർ ഇങ്ങനെ കട്ടായി ചെയ്തിട്ട് ഇങ്ങനെ ബ്ലോ ചെയ്ത് വിടും. അപ്പം ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇരിക്കണം, കൈവേദന കാലുവേദന എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പാരേഡ് കാണുമ്പോൾ പണ്ട് മുതലേ നമുക്കും ഉണ്ടല്ലോ. പള്ളിപ്പെരുന്നാളിന് പോയാൽ ആദ്യമൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മടുക്കും, എവിടെയെങ്കിലും ഇരിക്കണം എന്നായി, പിന്നെ മടുപ്പായി, വീട്ടിൽ പോകാമെന്നായി. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എല്ലാവരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം ചെന്നപ്പം പരേഡ് തുടങ്ങാൻ ഒരു ഇച്ചിരി ലേറ്റായി. 9:30 എന്ന് പറഞ്ഞെങ്കിലും 10 മണിയായി കേട്ടോ പരേഡ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ പരേഡ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടിന്യൂസ് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇതുണ്ടോ ക്രിസ്മസിൻ്റെ വണ്ടി, നല്ല രസമില്ലേ? നല്ല കളറായിട്ടിരിക്കുന്നത്. രാജാവും രാജ്ഞിയാന്ന് തോന്നി വരുന്നത്. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഡിലേഡൊക്കെ? അത് നമ്മൾ കണ്ടതാണ്. ആ എമർജൻസി എക്സിസ്റ്റാണ് ക്രോസ് ചെയ്ത് വിടുന്നത്. പോലീസ് ഇവരുടെ ഓരോ പരേഡുകാർ മാറുന്നതനുസരിച്ച് അവർ നമുക്ക് ക്രോസ് ചെയ്ത് പോകണ്ടേ. നമ്മുടെ ഇപ്പോൾ പബ്ലിക്കിന് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലല്ല കേട്ടോ ഫംഗ്ഷൻ. നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ അതിന് ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ അവർ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതൊരു സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ നടക്കുന്നതുകൊണ്ട് നമുക്ക് മാളുകളൊക്കെ എല്ലാം കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, പബ്ലിക് ടോയ്ലറ്റ് ആയിട്ട്. ഇപ്പം നമുക്കിപ്പം ദുബായിലൊക്കെ പോലെ അവർ നമ്മൾ ഫുൾ റോഡൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോകാണ്ട് അങ്ങനെ അടച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒന്നും അവർ ഓരോ 10 മിനിറ്റ്സ് ഡിസ്റ്റൻസിലും ടെമ്പററി ടോയ്ലറ്റൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല ഇവിടെ. പെട്ടെന്ന് തന്നെ 2-2.5 മണിക്കൂറിൻ്റെ പരിപാടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാവുന്ന രീതിയിൽ ട്രാഫിക് എന്ന് പറയാൻ വലിയ അധികം അത്ര ട്രാഫിക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ആളുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോയി. ഞങ്ങളിനി ലേറ്റായിട്ട് വന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചൈനക്കാരുടെ ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചൈന വരുന്നുണ്ട്. ഈ രഥം എങ്ങനെയുണ്ട് കണ്ടോ? ഡ്രാഗൺ, നമ്മുടെ ഫ്ലൈയിങ് ഡ്രാഗണൊക്കെ ഇപ്പോൾ ഡ്രാഗണാട്ടോ വരുന്നത്. ഡ്രാഗൻ്റെ ഷോകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേയൊന്നും നമുക്ക് അറിയത്തില്ലാത്തവരാണ്. പിന്നെ ഇന്ത്യക്കാരുടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യക്കാരുടെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ സാരി എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഫണ്ണി ആയിട്ട് തോന്നും. ഇത് നമ്മുടെ അവിടുത്തെ ഡ്രാഗൺ ഷോ അവർ കളിക്കുന്നത് കേട്ടോ. എല്ലാവരും അവരുടെ റെപ്രസെൻറ്റ് ചെയ്ത് ചെറിയ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. മൾട്ടിനാഷണൽസ്, ഏതൊക്കെ നാഷണൽസാണ് ഇവിടെ അവൈലബിൾ എന്നുള്ള രീതിയിൽ തായ്ലൻഡും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചൈനക്കാരും അങ്ങനെ അവരൊക്കെ ചെറിയ അവരുടേതായിട്ടുള്ളൊരു പാട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലോട്ട് എന്താണ് കയറി വരുന്നത്? ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്ക് എപ്പോഴും ഓർമ്മകളിലൊക്കെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഫംഗ്ഷനൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാടുകളിലൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പം എൻ്റെയൊക്കെ ഓർമ്മകളിൽ ഇങ്ങനെയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും December 1 മുതൽ നമ്മുടെ നോമ്പുകാലം അങ്ങ് ആരംഭിക്കുകയായി. അപ്പോൾ നമ്മൾ ഈ നോമ്പുകാലത്ത് എസ്പെഷ്യലി ഞാനൊക്കെ എൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. കുഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പള്ളിയിൽ എന്നും അവർ കുർബാന വയ്ക്കും. എസ്പെഷ്യലി നമ്മൾ വേദാടം പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് 25 ദിവസവും പള്ളിയിൽ പോകുന്നവർക്ക് അച്ഛൻ സമ്മാനമൊക്കെ ഇങ്ങനെ ഏർപ്പെടുത്തുമായിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ? ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായത് ഈ നോമ്പ് കാലത്ത് 25 ദിവസവും എസ്പെഷ്യലി ക്രിസ്മസിനാണ് കേട്ടോ പിള്ളേർ 25 നോമ്പും കംപ്ലീറ്റ് ആകുന്ന ആളുകൾക്ക് അച്ഛൻ പള്ളിയിലേക്ക് നമുക്ക് സമ്മാനമൊക്കെ കിട്ടും. അപ്പം ആ ഒരു ഇൻട്രസ്റ്റിൽ എസ്പെഷ്യലി ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്താണ് നമ്മൾ മാക്സിമം പള്ളിയിൽ പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്തെ പാട്ടൊക്കെ നല്ല ഉണ്ണീച്ചനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള പാട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്താണെങ്കിൽ ഈ പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻ തൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ, ആ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ക്രിസ്മസിനൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ അടിച്ചു നോക്കിയത്തേക്കും നമ്മുടെ എല്ലാവരും സിനിമ പാട്ടിൻ്റെ ആ ഒരു ഓളമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണെങ്കിലും ബെത്ലഹേമിൻ്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ, രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള നല്ലൊരു മനോഹാരിതയുണ്ട്. ഇപ്പം കാലം മാറിയപ്പം കോലം മാറി, കാലം മാറിയപ്പം പാട്ടും മാറി കേട്ടോ. പക്ഷേ എൻ്റെ ഓർമ്മയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മഞ്ഞിൻ്റെ ഈ പുല്ലിന്മേലൊക്കെ കണ്ടില്ലേ ഈ മഞ്ഞുതുള്ളി പോലെ, ആ സമയത്ത് എസ്പെഷ്യലി ക്രിസ്മസിൻ്റെ ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ തണുപ്പായിരിക്കും. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മഞ്ഞ് വീഴും. നമ്മുടെ നടന്നു പോകുന്ന ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ നമ്മൾ നേരത്തെ വഴിക്ക് കൂടിയല്ല, ഈ ഇടവഴിയിൽ കൂടെ ചാടി പെട്ടെന്ന് പള്ളിയിലെത്താൻ വേണ്ടി ഇടവഴിയിൽ കൂടെ ചാടിയല്ലേ നമ്മൾ ഓടി നടന്നിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഇടവഴിയിൽ കൂടെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കണ്ടത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ അപ്പോൾ ഈ ആ കണ്ടത്തിൻ്റെ സൈഡുകളിലെ പുല്ലിലൊക്കെ ആണെങ്കിൽ ചെറിയ കുഞ്ഞു മഞ്ഞുതുള്ളികൾ വീണിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ
തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഓടി നമ്മൾ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഓടി പള്ളിയിലൊക്കെ പോയി ഒരു തണുപ്പകത്തൊക്കെ പോയി എന്നാ പറയുക കുർബാനയൊക്കെ കൂടിയാൽ തിരിച്ചു വരുമ്പം 25 ദിവസം നമുക്ക് 25 ദിവസമൊന്നും പോകാൻ പറ്റത്തൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് എത്ര ദിവസം പോയതായാലും നമ്മൾ ആ ക്രിസ്മസിൻ്റെ ദിവസം പള്ളിയിൽ പോകുമ്പം മാക്സിമം പോകാൻ ശ്രമിക്കും. ഞാൻ 25 ദിവസം പോയിട്ട് സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യമൊന്നും പോയെന്നും പറയില്ല കേട്ടോ. മാക്സിമം പള്ളിയിൽ പോകുമായിരുന്നു കുർബാന കൂടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പോകുന്ന ഒരു ക്രിസ്മസിൻ്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസിൻ്റെ ആ പാട്ടൊക്കെ കേൾക്കാൻ എപ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ക്രിസ്മസിന് എനിക്ക് ആദ്യമായിട്ട് കേട്ടോ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുമെന്ന് അറിയുന്നത്. അപ്പോൾ ഇവിടെ നവംബർ ഞാൻ ഇതിൻ്റെ ഫ്ലയർ വന്നപ്പോൾ ഞാൻ പിന്നെ നോക്കി, ചിലപ്പം ഇവർക്ക് മാറിപ്പോയതായിരിക്കും, ചിലപ്പോൾ ഡിസംബർ 9 ആയിരിക്കും. ഡിസംബറിലല്ലേ ഇപ്പോൾ ഡിസംബർ ആയിരിക്കുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇച്ചാനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഇച്ചാനും പറയുക, എടി നിനക്ക് മാറിപ്പോയത് അത് നവംബർ ആയിരിക്കത്തില്ല ഡിസംബർ ആയിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അല്ല ഇച്ചത് നവംബറാണ്. പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ നവംബറാണ്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇവിടെ നേരത്തെ തന്നെ തുടങ്ങും. ഈവൻ ഞങ്ങളുടെ ICUലൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ തന്നെ ക്രിസ്മസ് പാർട്ടീൻ്റെയൊക്കെ എല്ലാം പ്ലാനിങ് ഒക്കെ തുടങ്ങി. എല്ലാവരും അവർ ഡെക്കറേഷനൊക്കെ ഇച്ചിരിയാക്കി. ഏതൊക്കെയാണ് ലീവിൻ്റെയൊക്കെ റിക്വസ്റ്റുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അങ്ങനെ ക്രിസ്മസിൻ്റെയൊക്കെ അവർ നേരത്തെ പ്ലാൻഡാണ്. ക്രിസ്മസ് സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമാണെന്ന് പറഞ്ഞു കേട്ടെ. പബ്ലിക് ഹോളിഡേ കേട്ടോ. ഞാനിവിടുത്തെ നമുക്ക് അറിയാലോ ഇവിടുത്തെ വെസ്റ്റേൺസ് എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിൽ പബ്ലിക് ഹോളിഡേയ്സിന് വർക്ക് റേറ്റ്സ് ഹൈ ആണ്. അപ്പോൾ ഞാൻ ചുമ്മാ പ്രാവശ്യം നോക്കിയായിരുന്നു കേട്ടോ പബ്ലിക് ഹോളിഡേയ്സ് ഏതൊക്കെയാണ്. എസ്പെഷ്യലി ഓസ്ട്രേലിയയിൽ ഒട്ടുമുക്ക ക്രിസ്ത്യൻസ് ഫെസ്റ്റിവലുമാണ് ഇവിടുത്തെ പബ്ലിക് ഹോളിഡേയ്സ് ആയിട്ട് കൊടുക്കുന്നത്. എസ്പെഷ്യലി 24, 25, 26 ക്രിസ്മസിൻ്റെ സമയം, ന്യൂ ഇയർ, പിന്നെ ഈസ്റ്ററിൻ്റെ സമയമാണ് ഇവിടുത്തെ പബ്ലിക് ഹോളിഡേ. ഇപ്പം നമ്മൾ ദുബായിൽ ഞാനിപ്പോൾ 10-14 വർഷം ദുബായിലായിരുന്നതുകൊണ്ട് നമുക്കുള്ള ഈദ് ഫുള്ളും ക്രിസ്മസും എല്ലാം പബ്ലിക് ഹോളിഡേ ആയിട്ട് കുറേ കിട്ടുമായിരുന്നു. കുറേ പബ്ലിക് ഹോളിഡേ ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം പബ്ലിക് ഹോളിഡേ ഇല്ല കേട്ടോ. എനിക്കൊന്ന് ക്രിസ്ത്യൻസിൻ്റെ അത് മാത്രമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കിങ്സ് ബർത്ത്ഡേ ആൻഡ് സമയത്ത് 1-2 വേറെ ഒരെണ്ണം കൂടി കണ്ടുള്ളൂ കേട്ടോ അധികം ബർത്ത്ഡേ ആയിട്ട്. നോക്കിക്കാൻ ടോയൊക്കെ എത്ര നന്നായിട്ടൊക്കെ ആക്കിയിരിക്കുന്നത്. ഒത്തിരി കാർട്ടൂൺ ക്യാരക്ടറുകൾ അവർ മനോഹരമായിട്ട് ഇതിനകത്ത് എന്താ പറയുക എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും എടുത്തുകൊണ്ട് ചുട്ടേയും വരുന്ന നോക്കിക്കുക എന്ത് ഭംഗിയായിട്ട് അത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പരേഡ്. ഇതാണ് ക്രിസ്മസിൻ്റെ പരേഡ് ഇവിടുത്തെ. അപ്പം ഇവിടെ എല്ലാവരും ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് ഇവർ വിളിച്ച് പറയുവാണ് ക്രിസ്മസ് ആയിട്ടോ എന്ന്. അപ്പം എല്ലാവരും പ്രിപ്പയർ ആകുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം അവർ യെല്ലോ കളറാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ. ഇപ്പം ഇലകളൊക്കെ ഇനിയിപ്പം മാറി ഓറഞ്ച് ആൻഡ് യെല്ലോ കളറാവും. ഇവർ തുടക്കം ഇത് വിട്ടത് യെല്ലോ ആൻഡ് ഓറഞ്ചാണ്. നല്ല രസമുണ്ടായിരുന്നുണ്ടോ. ഇതൊരു കട്ട് പേപ്പറാണ് കേട്ടോ. പൂ പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു ബ്ലോവറി വെച്ചിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ബ്ലോ ചെയ്ത് വിടുവാണ്. അപ്പോൾ അതിങ്ങനെ മേത്തേക്കൊക്കെ വീഴുമ്പോൾ നല്ല രസം. എല്ലാവരും മേത്തേക്കും കാറ്റും കൂടെ മേത്തേക്കും പറന്ന് ഫ്രഷ് കട്ട് ചെയ്ത് വിടുന്നതാണ് അടിപൊളിയിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്മസിന് പിന്നെ ഫുൾ എല്ലാ വണ്ടികളിലും സോങ്സ് ഉണ്ട് കേട്ടോ. എന്നാൽ മേരി ക്രിസ്മസിൻ്റെയും എന്നെ സന്തോഷ വാർത്ത ഇതിൻ്റെയൊക്കെ ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഇതിലും സോങ്സും നല്ല ബാൻഡുമാണ്. നല്ല അടിപൊളി ബാൻഡിങ് ആയിരുന്നു. ബാൻഡിങ്ങൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പറായിട്ടുള്ള ബാൻഡിങ്ങൊക്കെ ആയിരുന്നു ഇവരുടെ. അടുത്ത സെറ്റ് വരുന്ന ബാൻഡിങ് കേട്ടോ. പക്ഷേ ഞാൻ മ്യൂസിക് ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്തു. കാരണം ചിലപ്പോൾ ഒട്ടുമുക്കാലും കോപ്പിറൈറ്റ് വരാറുള്ളതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര നോയ്സ് പൊല്യൂഷനായിരുന്നു. ആളുകളൊക്കെ വെച്ചെടുക്കുന്നത് കൊണ്ടും പോകുന്നവരൊക്കെ വിളിച്ച് പറയുന്നത് പിള്ളേർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത് ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ആയതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തു വിട്ടു കേട്ടോ. ഇതുണ്ട് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താ ഉണ്ടാക്കി വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ സാധാരണ അറിയത്തില്ല. പക്ഷേ എല്ലാം എക്സിബിഷൻസായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പോലെ പരേഡിൻ്റെ ഓരോ സൂത്രമാലികൾ. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും അവസാനം അവർ നമ്മുടെ ഉണ്ണീശ്വരൻ നമ്മുടെയൊക്കെ ആ നാട്ടിലാണെങ്കിലും ഇപ്പം ക്രിസ്മസിൻ്റെ തലേന്ന് അല്ല നമ്മുടെ കരോൾ വരത്തില്ല. കരോൾ വരുമ്പോഴത്തേക്ക് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ മാതാവിനെ യേശുപിതാവിനെയൊക്കെ ആക്കി ഉണ്ണീശ്വരനെയൊക്കെ വെച്ചിട്ട് വരത്തില്ല. അതുപോലെ ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാവേ. നമുക്ക് അവസാനം വരെ ഇരുന്നാൽ ഇതെല്ലാം കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ നല്ല അടിപൊളി കേട്ടോ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നത്തേക്ക് ഞാനിവിടെ എക്സാം എഴുതാൻ വേണ്ടി വന്നപ്പോൾ ഫുൾ ഇംഗ്ലീഷ് പള്ളിയിലാണ് പോയത്. അപ്പം എൻ്റെ ഒരു വിചാരം ഇവിടെ മലയാളം പള്ളിയൊന്നും ഉണ്ടാവത്തില്ല എന്നാണ്. അങ്ങനെ നല്ല കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഡ്ലേഡിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് മലയാളം പള്ളിയുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാത്തോലിക്സിനൊരു മലയാളം പള്ളിയുണ്ട് കേട്ടോ. അതെടുത്ത് പറയട്ടെ. അപ്പം റോമൻ കാത്തോലിക്സിനൊരു മലയാളം പള്ളിയുണ്ട്.
ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്ടോബറിലായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ. നമ്മുടെ നാട്ടിലത്തെ പള്ളി പെരുന്നാൾ പോലെ തന്നെ അടിപൊളിയായിരുന്നു. അവർ നന്നായിട്ട് കുർബാനകളുണ്ടായിരുന്നു. അതിന് ശേഷം ശനിയാഴ്ച നമുക്ക് ഇവിടുന്ന് നമ്മുടെ നാട്ടിലത്തെ അത്ര ആഡംബരം അങ്ങനെയൊന്നും അല്ലെങ്കിലും അവർ നന്നായിട്ട് വണ്ടിയിലൊരു രഥം ഒക്കെ ഉണ്ടാക്കി രാത്രിക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് രഥം ഒക്കെ എഴുന്നള്ളിച്ച് നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നദാനം ഉണ്ടായിരുന്നു. ഫുഡ് കൊടുത്തു. അതിനുശേഷം നല്ല അടിപൊളി വെടിക്കെട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ പക്ഷേ അത്രയും നന്നായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഫയർ വർക്ക്സ് ഒക്കെ വെക്കുമെന്ന് വിചാരിച്ചില്ല. പിള്ളേർ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു, അതിൻ്റെ ഫയർ വർക്ക്സ് ഒക്കെ ആയിട്ട് നല്ലതായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാക്കി. പിന്നെ എല്ലാ ദിവസവും കുർബാനയുണ്ട് ഇവിടെ. ആഴ്ചയ്ക്ക് ഒന്നല്ലെങ്കിൽ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കി എല്ലാ 6 ഡേയ്സിലും കുർബാനയുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് പള്ളിയുടെ കാര്യങ്ങളൂടെ ഒന്ന് പറഞ്ഞേക്കാം അല്ലേ. ഇങ്ങനെ എഴുതുന്നുണ്ട് പിള്ളേരുടെയൊക്കെ എല്ലാവരും നല്ല പ്രിപ്പയർ. ഇവർക്ക് എനിക്കൊന്ന് എപ്പം പ്രിപ്പയർ ആയോ, നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നതൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലേലൊക്കെ നമ്മൾ ഒരു എന്നാ പറയുക, ഒരു ഫെസ്റ്റിവൽ മൂഡിലോട്ട് വരും. ക്രിസ്മസ് ആയി. ഈവൻ നമ്മുടെ നാട്ടിലത്തെ ക്രിസ്മസ് പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വരും. ക്രിസ്മസിന് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു പുല്ലില്ലേ, ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടത്തും ആ ഒരു പുൽക്കൂട് മേയുന്നൊരു പുല്ലുണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് വിചാരിച്ചു ഇപ്രാവശ്യം പുൽക്കൂട് കിട്ടുമ്പം നല്ല നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കോലൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് പുല്ലൊക്കെ മേയത്തില്ലേ, അങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെന്ന്. പക്ഷേ നീളത്തിലുള്ള കോല് കിട്ടാൻ ഭയങ്കര പാടാന്ന് കേട്ടോ. മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ വളഞ്ഞുള്ള കൊമ്പുകളാണ്. നീളത്തിലുള്ള വല്ല കൊമ്പും കിട്ടുമെന്നൊക്കെ നോക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എവിടെ മുള കിട്ടും, എവിടെ കൊമ്പ് കിട്ടും എന്നൊക്കെ അറിയാമല്ലോ. ഇവിടെ നമുക്കറിയില്ല. പിന്നെ വേറെ കാര്യമാണ്, ഇവിടെ ആൺപിള്ളേർ മാത്രമല്ല കേട്ടോ, എസ്പെഷ്യലി പെണ്ണുങ്ങളും നല്ല ആക്റ്റീവാണ് എല്ലാത്തിലും. ഇപ്പം ഡ്രൈവർമാരായിട്ടാണെങ്കിലും എന്തിനും ഏതിനും പെൺപിള്ളേരെ മുമ്പേ ഉണ്ട്. ഇതാണ് ഇവിടെ ബാൻഡൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഇനി എപ്പോഴാണ്, ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റെയിൻഡിയർ വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നമുക്ക് ഫ്ലയർ കിട്ടിയപ്പോഴത്തേക്കും റെയിൻഡിയർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പരേഡുകാരുണ്ടായിരുന്നു കേട്ടോ. ഓരോ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഒത്തിരി പരേഡുകാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയ സ്പീഡ് കൂട്ടി നല്ല അടിപൊളിയായിട്ട് അടിച്ചു വിട്ടതാണ്, അല്ലെങ്കിൽ ഇന്നൊന്നും കഴിയാലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അഡ്ലേഡിലെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഫസ്റ്റ് ആഘോഷം ഞങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പറയാൻ വേണ്ടി ക്രിസ്മസ് പ്രജൻ്റ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടുത്തെ നാഷണൽ ഫാർമസിയാണ് ഇത് കണ്ടക്ട് ചെയ്തതിൻ്റെ മെയിൻ കണ്ടക്ടർ. അതാണ് കാണിച്ചിരിക്കുന്നത്. ഇവർ പോകുന്ന ഒരു നാഷണൽ ഫാർമസിയുടെ ക്രിസ്മസ് പ്രജൻ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിസ്മസ് പ്രജൻ്റായിട്ട് അഡ്ലേഡിൻ്റെ ഫുൾ ആയിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നതാണ് അഡ്ലേഡിൻ്റെ. ഇനിയും കുറേ ഈ ക്രിസ്മസ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒന്നും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ആദ്യമാണല്ലോ ഇവിടെ, അപ്പോൾ ഞങ്ങൾക്കും ഇതിനെ ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും പിന്നെ കുറേ നമുക്കറിയാമല്ലോ, നമ്മൾ വെസ്റ്റേൺസ് ഇപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഗൾഫ് കൺട്രീസിലാണെങ്കിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും എല്ലായിടത്തിലും നമുക്ക് സോഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി സോഷ്യൽ ഏജൻസി ഓർഗനൈസേഷൻസ് ഉണ്ടാവും നമ്മുടെ ഇവിടെയൊക്കെ. ഞങ്ങളൊക്കെ സോഷ്യൽ സെൻ്ററുകളെന്ന് പറയും. അപ്പം നമ്മുടെ മലയാളീസിൻ്റെ ആണെങ്കിലും മലയാളീസിൻ്റെ സോഷ്യൽ സെൻ്റർ ഉണ്ടാവും, അതുപോലെ ഇന്ത്യൻ സോഷ്യൽ സെൻ്ററുകളും ഉണ്ടാവും. അങ്ങനെ അഡ്ലേഡിൻ്റെയൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ഥലത്ത് നമ്മളെവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലത്തെ സോഷ്യൽ ഇവൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സുകളൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ടൊരു കൊച്ചിൻ്റെ കാര്യം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ഉണ്ടായപ്പം മുതൽ നീന്തൽ പഠിക്കാൻ പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടായ കൊച്ചുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമെന്ന്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലൈബ്രറി പോയി കഴിഞ്ഞപ്പം അവിടെ കണ്ടായിരുന്നു 2 months മുതൽ 6 months വരെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിക്കുന്നത്. 2 months ഉള്ള കൊച്ചുങ്ങളെ നമ്മൾ നീന്തൽ പഠിപ്പിക്കുന്നുള്ളത്. അതായത് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ആണ്, അവരത് ഫ്രീ ആണെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ച്. അപ്പം നമുക്ക് 2 months ഉള്ള കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാമെന്നർത്ഥം. പക്ഷേ അതിന് സ്പെഷ്യലൈസ്ഡ് ചെയ്ത ആൾക്കാർ വേണം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യക്കാർ. എങ്ങനെയാണ് ഇന്ത്യക്കാർ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയാലും ഇന്ത്യക്കാർക്കും നല്ല രസമുണ്ടായിരുന്നു ഇന്ത്യക്കാർ ഉടുപ്പിട്ട്. പക്ഷേ ഇന്ത്യക്കാരിൽ ബോളിവുഡിൽ നിന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബോളിവുഡിലെ പാട്ടൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഓളമൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പിന്നെ ഇവിടുത്തെ മദാമ്മമാർ ഇന്ത്യൻ ഡ്രസ്സൊക്കെ ധരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല സൂപ്പറായിരുന്നു, അടിപൊളി. പിന്നെ ആന വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവരിനി കേരളത്തിൻ്റെ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നോക്കി, പക്ഷേ ഇവർ കേരളത്തിൽ നിന്നല്ല റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഏതായിരിക്കും തായ്ലൻഡിനെയാണെന്ന് ആർക്കറിയാം.
എനിക്കത് വായിക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരു ആന നടന്ന് വരുന്നുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ. ഇതുവരെ ഇവിടുത്തെ ജംബോ സർക്കസ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഇതാണ്. ഇവരുടെ ഇതേ പോകുന്നവരുണ്ട്. ഞാൻ വിചാരിച്ചാൽ വീണിട്ടുണ്ടാക്കുന്നത്, പക്ഷെ അവർ നന്നായിട്ട് അറിയാം കേട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്താ നമ്മുടെ സ്ട്രോളറല്ലല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തേലും ആവട്ടെ, പിള്ളേരുടെ ഡാൻസ് നല്ല രസമല്ലേ. പിന്നെ ഇവർ അങ്ങനെ ഇങ്ങനെ കളിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് കണ്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പാസ്സായി പോകും കേട്ടോ. ഇങ്ങനെ കളിച്ച് പാസ്സായി പോകുന്നത് കാണാൻ നല്ല രസമാണ്. എനിക്ക് ഈ ഇവൻ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മീൻസ് ഇരിട്ടിയിലൊരു പണ്ടിങ്ങനത്തെ ഒരു പരേഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ പിന്നെ കണ്ടിട്ടില്ല, അത് കേട്ടിട്ടുമില്ല. അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ അറിയത്തില്ലേ, നമ്മളിങ്ങനെ മേത്തൊക്കെ കുറേ ഇങ്ങനെ കളറ് പോലത്തെ പെയിൻറ്റും എന്തെങ്കിലുമൊക്കെ സിൽവർ കളർ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഫുള്ള് സിൽവർ ഫോയിലിൻ്റെ എന്തെങ്കിലും മേത്ത് ഫുള്ള് തേച്ചിട്ട് ഇങ്ങനെ ഡമ്മി പോലെ ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റാച്ചു പോലെയും പ്രതിമ പോലെ സ്റ്റാച്ചു പോലെയും അങ്ങനെ ഇപ്പം നമ്മുടെ ഗാന്ധിജീൻ്റെ പ്രതിരൂപം പോലെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് സ്റ്റാച്ചു പോലെ നിന്നിട്ടാണല്ലോ നമ്മുടെ നാട്ടിലത്തെ പരേഡുകളൊക്കെ നടക്കുന്നത് സാധാരണ. അപ്പം അങ്ങനെ പരേഡല്ല കേട്ടോ, നമുക്കിതിന് എന്താ പറയുന്നത്, ഞാൻ മറന്നുപോയി എൻ്റെ പേരെന്ന് പറയുന്നത്. നമുക്ക് റാലിയായിട്ട് വരത്തില്ലേ ടൗണിൽ. ഞാൻ സത്യം എൻ്റെ പേര് മറന്നുപോയി കേട്ടോ, എന്താ പറയുന്നതെന്ന് അറിയാവുന്നവർ കമൻറ്റ് പറഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല അതെന്താ, ഞാൻ മറന്നുപോയി. ഇപ്പോൾ എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നുമില്ല. ഓക്കെ, ഞങ്ങളുടെ അവിടെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി 7 മണിയൊക്കെ സമയത്ത്, രാത്രി സമയത്തായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇരിട്ടി ടൗണിൽ കൂടി ഇങ്ങനെ ഒരു പരേഡ് നടപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലോറികളിൽ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഓരോരോ തീമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ആളുകളൊക്കെ തന്നെ മേത്തൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് അതിൽ റെപ്രസെൻറ്റ് ചെയ്ത ആളായിട്ട് ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിന്ന് വണ്ടി ഇങ്ങനെ പാസ്സായി പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേട്ടു, അന്ന് മഴ പെയ്തു. യാദൃശ്ചികമായിട്ട് മഴ പെയ്യുന്ന സീസൺ അല്ലായിരുന്നു, നമുക്കറിയാലോ. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഒക്ടോബറും നവംബറൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്നാ പറയുക, കന്നിമഴ, തുലാമഴ അല്ലേ, തുലാമഴയൊക്കെ പെയ്യുമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ പെയ്തിട്ടാന്ന് തോന്നുന്നു അതിനകത്ത് ആ കളറ് സിൽവറിൻ്റെ എന്തെങ്കിലും സംതിങ് ഇതുണ്ടായിരുന്നു. അത് ഇട്ടിരുന്ന ആളുകളുടെ വയറ്റിൽ പോയിട്ട് എന്തെങ്കിലും പോയിസൺ ആവുമോ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഇവൻറ്റിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. പക്ഷേ ഇവിടെ ഇവർ ഇങ്ങനെ മേത്ത് കളറിങ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഡ്രസ് കോഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ടുള്ള മേക്കപ്പുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഓരോ എല്ലാത്തിനും ഒരു വെറൈറ്റി ആയിട്ട്. ഇത് SA വാട്ടറിൻ്റെ കേട്ടോ, അതുകൊണ്ട് ഒരു വാട്ടറൊക്കെ അടിച്ചിട്ട് പോകുന്നത്. എല്ലാവർക്കും മേരി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അങ്ങനെ പൊടിപിടിക്കട്ടെ. ഇപ്പം എല്ലാവരും എന്നാ പറയുക, നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്നാ പറയുക, നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണല്ലോ. എല്ലാവരും സ്നേഹത്തിൽ സന്തോഷത്തിൽ ഇരിക്കുക, എന്നാ പറയുക, ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരാഘോഷങ്ങളിൽ 2 ആഘോഷങ്ങളല്ല, ഓണം എനിക്കൊന്ന് അങ്ങനെ സെയിം തന്നെ, ജാതി മത ഭേദമന്യേ നമ്മൾ ആഘോഷിക്കുന്ന 2 ആഘോഷങ്ങളൊന്നാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്മസാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഓണം ആഘോഷിക്കും, അതുപോലെ തന്നെ നമ്മൾ പിന്നെ എല്ലാം ആഘോഷിക്കില്ലേ, ഓണം ആഘോഷിക്കും, വിഷു ആഘോഷിക്കും, ക്രിസ്മസും ആഘോഷിക്കും, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കും, സത്യം. പക്ഷേ ലോകത്തിൽ നോക്കുവാണെങ്കിൽ ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ക്രിസ്മസ് അല്ലേ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓണം ആഘോഷിക്കും, വിഷു ആഘോഷിക്കും, പടക്കമൊക്കെ മേടിച്ചൊക്കെ പൊട്ടിക്കും. അങ്ങനെ നമുക്ക് ആൾക്ക് ഇന്ന ആഘോഷമൊന്നുമില്ല. പിന്നെ ക്രിസ്മസും കരോളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടിട്ടാണ് എല്ലാവരും വരും. പുതുശ്ശേരിയിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ബാൻഡ് മേളം കൊട്ടി നമ്മുടെ നാട്ടിലത്തെ പിള്ളേർ സെറ്റ് എല്ലാവരും നമ്മുടെ അവിടുത്തെ യൂത്തിൻ്റെ എല്ലാ പിള്ളേരും കൂടെ അതിൻ്റെ പുറകെ ഉണ്ടാവും. ഓരോ വീട്ടിൽ കൂടെ വന്ന് എല്ലാവരും കൂടെ കുറച്ച് ആഘോഷങ്ങളൊക്കെ ആക്കി അടിച്ചു പൊളിച്ച്, പിന്നെ അവിടുന്ന് ഈ കരോൾ നേരെ തന്നെ പള്ളിയിൽ പോയി പള്ളിയിൽ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ആ ഒരു ആഘോഷം തന്നെ കുറച്ച് നാൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മിസ്സാകുന്ന ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി വീടുകളൊക്കെ നമ്മൾ കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ക്രിസ്മസിന് നമുക്കൊരാഘോഷം, അതിന് ഓളം ഉണ്ടാവുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളിൽ നമ്മൾ കൊച്ചുമക്കളൊക്കെ പുറത്താണെങ്കിലും ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വരുമല്ലോ തിരിച്ച്. ഞാനിതിപ്പം മറന്നു നമ്മൾ കണ്ടായിരുന്നോ, ഉണ്ണീശോയൊക്കെ ഇപ്പോൾ പോയായിരുന്നു കേട്ടോ, മാതാവ് ഉണ്ണീശോയൊക്കെ പോയായിരുന്നു. ഞാൻ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അത് മറന്നുപോയി. അതിന് പുറകെ കണ്ട അവർക്ക് 3 രാജാക്കന്മാർ എന്നാ പറയുക സമ്മാനങ്ങളായിട്ട് വരുന്ന ഒരു പ്രതീകമായിട്ടാണ് അവർ 3 ക്യാമലിൻ്റെ പുറത്തൊക്കെ പോകുന്നത് കണ്ടത്, ഒട്ടകത്തിൻ്റെ പുറത്ത്.
അതിൻ്റെ പുറകെ ബാൻഡുമായിട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസിന് നമ്മുടെ റെയിൻഡിയർ വരുന്നതും നമ്മുടെ അങ്ങനത്തെയുള്ള സാധാരണ ആഘോഷങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള കേട്ടോ. പക്ഷെ മാതാവിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവിടുത്തെ മാതാവൊക്കെ നല്ല അടിപൊളിയുള്ള മാതാവായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചുള്ളവർ യെസ് അടിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അധികം നേരമില്ല, ഇത്രയും കൂടെ നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് അടിച്ചു വിട്ടു. അധികം നേരം തന്നെ 1.5-2 മണിക്കൂർ ദൂരത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫയർഫോഴ്സിൻ്റെ വകയായിട്ടുള്ളൊരു ക്രിസ്മസിൻ്റെ അവർ റെഡ് ഫുള്ളാക്കി. ഇത് അറിയത്തില്ല ആരുടെയാണ്. എന്തായാലും അവർ നമ്മുടെ വീലിൽ ഇതില്ലേ സ്കേറ്റിംഗ് ബോർഡായിരുന്നു നമ്മൾ നേരത്തെ പോയത്. സ്കേറ്റിംഗ് ഷൂവിൽ ഉള്ള പരേഡ് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഇത് പിന്നെ എല്ലാം ഇവരിപ്പം യെല്ലോ ആൻഡ് ഇതിൻ്റെ പേപ്പർ വിട്ടു. ഏറ്റവും ലാസ്റ്റ് ക്രിസ്മസിൻ്റെ പേപ്പറും കൂടെ വിട്ടാൽ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്കിത് ഭയങ്കര ഫണ്ണിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. ഇവിടെ പേപ്പർ കട്ട് ചെയ്തിട്ട് ബ്ലോ ചെയ്ത് വിടുമ്പോഴത്തേക്കും നല്ല അടിപൊളിയല്ലേ ക്രിസ്മസിൻ്റെ. അപ്പം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇപ്പം ഇനി നമുക്ക് റാലി കഴിയുന്നിടം വരെ നമുക്ക് ചുമ്മാ കണ്ടിരിക്കാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ഫങ്ഷനുകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ക്രിസ്മസൊക്കെ ആഘോഷിച്ച് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ, വേറെ എന്താ ഉള്ളതല്ലേ. അല്ലെങ്കിൽ കുറേ ബന്ധുക്കളൊക്കെ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് ഇങ്ങനത്തെ ഫങ്ഷനുകളൊക്കെ സോഷ്യൽ ഇവൻറ്റ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ആളുകളെയൊക്കെ കുറച്ചും കൂടി ഒരു ആക്റ്റീവാക്കി വെക്കാനൊരു കാരണമുണ്ട് കേട്ടോ. ഒന്നും സോഷ്യൽ ഇവൻറ്റ്സ് ഉണ്ട്. രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആളുകൾ എല്ലാവരും നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു സോഷ്യൽ ഇവൻറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ പള്ളികളിലുണ്ട്. പള്ളികളിലൊക്കെ എല്ലാവരും നമുക്കിവിടെ ഗ്രൂപ്പ് ഞാൻ പറയാൻ മറന്നു പോയല്ലോ, കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു വാർഡ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ വാർഡ് തിരിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സോഷ്യലൊക്കെ. പിന്നെ എല്ലാവരും അങ്ങ് നമ്മുടെ നാട്ടിലത്തെ പോലെ അത്രയും അങ്ങ് മിങ്കിളായിരിക്കില്ല എന്ന് മാത്രം. പിന്നെ ഇങ്ങനത്തെ ഇവൻറ്റ്സുകളും എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യത്തില്ല. ഇപ്പം ഇതിനകത്ത് പകുതി ജനങ്ങളുണ്ടാവില്ല അതിനകത്ത്. ഞങ്ങളുടെ ഐസ്യൂറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ 2-3 ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം സോഷ്യൽ ഇവൻറ്റ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒത്തിരി ആളുകൾ വരും കേട്ടോ, കാണാൻ വേണ്ടി. രാവിലെ തന്നെയാണെങ്കിൽ നമ്മൾ എണീറ്റ് വരണമല്ലോ. 9:30 എണീക്കാൻ വേണ്ടി എല്ലാവരും ഒരു ഓഫ് കിട്ടുമ്പോൾ കടന്നുറങ്ങാൻ വേണ്ടി നോക്കും. ക്രിസ്മസിന് ഇവൻറ്റ്സാന്ന് പറഞ്ഞാലും വരാനുള്ളൊരു നമുക്കൊരു മനസ്സ് വേണ്ടേ. ഇപ്പം ഞാനാണെങ്കിൽ ആദ്യം മടിച്ചിരുന്നായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞടി വാടി നല്ല രസമുണ്ട്, അവർ നന്നായിട്ട് പ്രിപ്പയർ ആക്കിയപ്പോൾ അവർ ഇതിന് മുമ്പ് വന്നിട്ട് ഈവൻറ്റ്സൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എനിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ പടം കണ്ടപ്പോൾ അവളെനിക്കിത് അയച്ചു തന്നത് തന്നെ, എനിക്കറിയത്തുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് പടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ റെയിൻഡിയറിൻ്റെ ഒക്കെ അപ്പിയറൻസ് ഒക്കെ നല്ല രസമുണ്ട് കണ്ടതിൻ്റെ അതൊരു സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ മൾട്ടിപ്പിൾ കളർ പേപ്പേഴ്സൊക്കെ, അതൊക്കെ എല്ലാം വാരി എറിഞ്ഞ് നല്ല ഫണ്ണായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ആരെങ്കിലുമൊക്കെ അഡ്ലേഡൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ ഈ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം. നല്ല ഇവൻറ്റ്സാണ്. എല്ലാവരും അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ആളുകളൊക്കെ നമ്മൾ പോയി കണ്ട് നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ അവർ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആളുകളെ ആക്റ്റീവായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഫങ്ഷൻസൊക്കെ. റെയിൻഡിയറും കൂടെ വരുന്നവരെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതൊക്കെ ആക്കി വെക്കാനൊക്കെ എടുത്തവരുടെ ഒരു എഫേർട്സ് നമ്മളെന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് ക്രിസ്മസ്. അപ്പം എല്ലാവർക്കും അങ്ങനെ നമ്മുടെ റെയിൻഡിയർ വരുന്നുണ്ട്. റെയിൻഡിയറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരേഡ് ഇവിടെ കഴിയും കേട്ടോ. റെയിൻഡിയർ ആണെന്ന് തോന്നുന്നു വരുന്നത്. നോക്കട്ടെ, ഇത് റെയിൻഡിയർ ആണോ. ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു, റെയിൻഡിയർ എന്താ വരാത്തത്. അതും റെയിൻഡിയർ അല്ല കേട്ടോ. ആകെപ്പാടെ ഫോട്ടോയിൽ കണ്ടത് കഴിഞ്ഞിട്ടാണ് റെയിൻഡിയർ ഉണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് തന്നെ. എല്ലാവരും ക്രിസ്മസിൻ്റെ കുറേ ഫങ്ഷൻസുകളൊക്കെ. പിള്ളേർ ഇപ്പോഴത്തേക്കും ശരിക്കും മണം അടുത്ത് കുറച്ചത്തേക്ക്. പിന്നെ ദാഹിക്കുന്നുണ്ടായിരുന്നില്ല, അവൻ്റെ കാല് വേദന എടുക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. എന്നോട് എടുത്ത് പിടിക്കുന്നൊക്കെ പറഞ്ഞു. എനിക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എടുത്ത് പിടിക്കലൊന്നും നടക്കിയല്ല മോനെ. ഞാൻ പറഞ്ഞു, മോനെ നീ താഴെ ഇരുന്ന വേണമെങ്കിൽ എന്നെക്കൊണ്ട് എടുക്കാനൊന്നും പറ്റില്ല എന്ന്. അവന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ കുഞ്ഞിപ്പിള്ളേരുള്ളെങ്കിലൊക്കെ മടിയാട്ടോ, കുഞ്ഞിപ്പിള്ളേരെ കൊണ്ടൊക്കെ പോകാനൊക്കെ. പിന്നെ ആരും ഇടയ്ക്കൊന്നും എണീറ്റ് പോകുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഫുൾ ഫങ്ഷന് പെട്ടെന്ന് തന്നെ 2 മണിക്കൂറിനൊന്നും നമ്മൾ വിചാരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എല്ലാവരും കൂടെ ഒന്നിന് പുറകെ ഒന്നൊന്നായി പെട്ടെന്ന് വരുന്നുണ്ട്. കൊണ്ട് ദൂരം ആളുകളാണ്. ഇത് ഏറ്റവും അവസാനത്തെ ഒരു വഴി മാത്രം കേട്ടോ. ഇതിൻ്റെ അങ്ങേയറ്റത്ത് വലിയ ക്രിസ്മസ് ട്രീകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
നമ്മളിപ്പം ഞങ്ങൾ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ കൂടെയൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ തന്നെ നവംബറിൽ തന്നെ ഉള്ള മാളിലും നമ്മുടെ കടകളിലൊക്കെ ആണെങ്കിലും ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമില്ല ഇവരുടെ ഡാൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ലുണ്ട്. സ്നോ ബോൾസിൻ്റെ കൂടെ കൊണ്ടുള്ള ഡാൻസ് അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് റെയിൻഡിയറിനെ കാണാത്തതുകൊണ്ട്. ഇല്ലേ, റെയിൻഡിയറിനെ കിട്ടിയില്ലല്ലോ. എവിടെ പോയി റെയിൻഡിയർ? റെയിൻഡിയറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് കഴിയും കേട്ടോ. അപ്പോൾ റെയിൻഡിയറിനെ കാണാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇതാന്ന് തോന്നുന്നു റെയിൻഡിയർ വരുന്നുണ്ട്. ഇതേനെ കണ്ടോ, ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ അടിപൊളിയായിട്ടുള്ള റെയിൻഡിയർ. ഞാൻ ഈ പിക്ചറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫ്ലയറിൽ കണ്ടത്. നമ്മുടെ ഹാപ്പി ക്രിസ്മസിൻ്റെ ഈവൻറ്റ്സും പറഞ്ഞ് കണ്ടോ. അപ്പം കണ്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ തന്നെ കളറുള്ള പേപ്പർ അവൾ വിട്ടു. നല്ല അടിപൊളിയായിട്ടായിരുന്നു എൻ്റെ റെയിൻഡിയറുകൾ വന്ന് പോകുന്നത്. അടിപൊളിയല്ലേ? അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഇങ്ങനത്തെ ഞങ്ങളുടെ ട്രാവൽ വ്ളോഗുകളും ഞങ്ങൾക്കറിയാവുന്ന വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കും സന്തോഷിച്ചില്ലേ നമുക്ക് കാണാമല്ലോ അല്ലേ? കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കും ഇതൊന്നും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കും കാണാൻ പറ്റില്ലായിരുന്നു. ചില ഇവൻറ്റ്സുകളൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ യൂട്യൂബിൽ കൂടി കേട്ടോ ഫുള്ള് കണ്ടേ. ഞാൻ ഈ ഇവൻറ്റ്സുകൾ മാത്രമൊന്നുമല്ല കേട്ടോ, ഞാൻ പഠിച്ചതും ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിനോട് എനിക്കൊരു ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരു ഇത് തോന്നിയത്, ഞാൻ എൻ്റെ ഒരു എക്സാം പഠിച്ചത് ഈ യൂട്യൂബ് നോക്കിയാണ് കേട്ടോ. ഞാനങ്ങനെ പൈസ കൊടുത്ത ഓർഗനൈസേഷനിൽ പോയിട്ട് അങ്ങനെ അധികം എക്സാമുകളൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ തന്നെത്താനെ ഒട്ടുമുക്കാൽ എക്സാമുകൾ ഞാനിപ്പം അബുദാബിക്ക് പോകാനുള്ള എക്സാമ്പിൾ പാസ്സായതാണെങ്കിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് വരാനായിട്ടുള്ള എക്സാമ്പിൾ എഴുതിയതാണെങ്കിലും ഈ യൂട്യൂബ് പോലത്തുള്ള സോഷ്യൽ മീഡിയകളുടെ കൂടെ ആളുകൾ ഇങ്ങനെ സൗജന്യമായിട്ടൊക്കെയാണ് അവരെടുക്കുന്ന ക്ലാസ്സുകൾ കണ്ടിട്ട് കേട്ടോ. പക്ഷെ അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എനിവേ എന്തായാലും നമ്മളിവിടം വരെ എത്തി. അപ്പം ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ആർക്കെങ്കിലുമൊക്കെ തരുന്നുണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലുമൊക്കെ കാണാൻ പറ്റാത്ത കുറച്ചൊരു കാര്യങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് കരുതുന്നു. കാരണം ചിലപ്പോഴൊക്കെ ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇന്ന സ്ഥലത്ത് പോയി എന്ന് ഞാൻ ആൾക്കാരോട് പറയും. പിന്നെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊരു വീഡിയോ ഇല്ല കേട്ടോ. ഞങ്ങൾ ദുബായിൽ സഫാരി പാർക്കിലും അങ്ങനെ കുറേ പാർക്കുകളിലൊക്കെ പോയായിരുന്നു പണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ എൻട്രൻസ് ഫീസൊക്കെ എന്ന് പറഞ്ഞാൽ 200-300 ദിർഹം ഒരാൾക്ക് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതെങ്ങനെയുണ്ട് ആ പാർക്കെന്ന് ചോദിക്കുമ്പം നമ്മളിപ്പം വെർബലി പറയുന്നതല്ലാണ്ട് നമുക്കതിനെക്കുറിച്ചൊരു കാണിച്ചു കൊടുക്കാനൊരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പം ആളുകൾ കണ്ടില്ലേലും എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഇതാ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് കേട്ടോ, ഒന്ന് കണ്ടോ കേട്ടോ. പിന്നെ നമുക്കും കുറച്ച് കഴിയുമ്പോൾ ചെറുപ്പം കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെയൊക്കെ പോയിരുന്നു, നമ്മളൊരു വീഡിയോ ആയിട്ട് ഇതിനകത്ത് കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഞാൻ പറഞ്ഞില്ല കാർ ഞങ്ങൾ ഇങ്ങായിരുന്നു ഇട്ടിരുന്നത്, അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അത് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഞങ്ങൾ വണ്ടി ഇട്ട സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഇപ്രാവശ്യം ട്രെയിൻ കയറണമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഇവിടുത്തെ അഡ്ലേഡ് ട്രെയിൻ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ കയറാൻ പറ്റിയില്ല. അപ്പം അടുത്ത പ്രാവശ്യം ഈ പിള്ളേർ ഇതുവരെ ട്രെയിൻ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ദുബായ് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പോയായിരുന്നു ട്രെയിൻ കയറണം വിചാരിച്ചു. പക്ഷേ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടി മാറിപ്പോവും. അപ്പോൾ ഇതുവരെ ഇവരെ ട്രെയിൻ കയറ്റിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് ട്രെയിൻ കയറണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്രിസ്മസിന് പോകും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.